ഇന്ന് സോഫ്റ്റായ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പോണത്. ഇതുപോലെ ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് അത് നന്നായി ഇഷ്ടപ്പെടും. 4 ഗ്ലാസ് ഇഡ്ഡലി അരി എടുത്ത് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്നുകൂടി എടുത്ത് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നായതുകൊണ്ടാണ് 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടെ വെള്ളത്തിലിട്ട് വയ്ക്കണം. 4 മണിക്കൂർ കുതിർത്തിയ ഉഴുന്നും ഉലുവയും കൂടി ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം. ഗ്രൈൻഡറിൽ അരയ്ക്കുന്നത് കൊണ്ടാണ് 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നിട്ടത്. മിക്സിയിലാണ് അരി അരയ്ക്കുന്നത് ഉഴുന്നരയ്ക്കുന്നതെങ്കിൽ 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നിടണം. പിന്നെ ഇങ്ങനെ ഗ്രൈൻഡറിലിടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ വറ്റിയിരിക്കണ ഉഴുന്നൊക്കെ അരിഞ്ഞു കിട്ടും. ഉഴുന്ന് നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രൈൻഡർ ഓഫ് ചെയ്യാം. ഇനി ഗ്രൈൻഡറിലേക്ക് അരി അരയ്ക്കാനായി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് 30 മിനിറ്റ് കൊണ്ടാണ് അരിഞ്ഞത്. അരി അരയ്ക്കാൻ 15 മിനിറ്റ് എടുക്കും. അരി അരിഞ്ഞത് ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് ഉപ്പും കൂടിയിട്ട് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കണം. ഇതൊരു 8 മണിക്കൂറെങ്കിലും പുളിക്കാൻ വെക്കണം. മാവിൻ്റെ പാത്രം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് മൂടി വയ്ക്കാം. രാത്രി അല്ലെങ്കിൽ പൊങ്ങിപ്പോയാലോ. അപ്പോൾ മാവ് രാവിലെ നോക്കുമ്പോൾ മാവൊക്കെ പൊങ്ങി പുറത്തേക്ക് വന്നിരിക്കണുണ്ടോ. ഇതുകൊണ്ടാണ് അടിയിലൊരു പ്ലേറ്റ് വെക്കണം എന്ന് പറഞ്ഞത്. ചില ദിവസങ്ങളിൽ ചൂട് കൂടുതലുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇതുപോലെ മാവ് പൊങ്ങി വരാറുണ്ട്. ഇനി അടപ്പ് തുറന്ന് നോക്കാം. മാവ് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതായിപ്പോൾ നന്നായി ഇളക്കിയ ശേഷം മാവ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങും. ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാവ് ഒഴിച്ച തട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. ഇഡ്ഡലി നന്നായി വെന്ത് വന്നിട്ടുണ്ട്.